ഒമാനിയായ അബ്ദുറബ് സാഹിബിൻ്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്നൊരു പ്രോജക്റ്റാണ് പരപ്പനങ്ങാടി സയൻസ് പാർക്ക്. ഈ 10-12 വർഷമായിട്ട് അതിലെന്തെങ്കിലും ചെയ്യാൻ ഈ ജനപ്രതിനിധിക്ക് സാധ്യമായിട്ടുണ്ടോ? വൈബാക്കാൻ പോകുന്നതിന് മുമ്പ്, പ്രൊഫഷണലാക്കാൻ പോകുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരു വിലയിരുത്തലുണ്ടാവണമല്ലോ നമുക്ക്. രൂപത്തിൽ ഒരു ഹാർബർ വന്നു. ആ ഹാർബർ 10 വർഷം കൊണ്ട് അതിൻ്റെ പൂർത്തി 75% വർക്കായിട്ടുണ്ട്. ഫണ്ട് അനുവദിച്ചതാണ്. വർക്ക് ചെയ്യാൻ കമ്പനി ആ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആരാണ് അതിൻ്റെ വേഗത കൂട്ടിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കേണ്ടത്? കൊണ്ടുവന്നത് ഞങ്ങളന്ന് 100% ഉറപ്പാണ്. പരപ്പനങ്ങാടിയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ കൊണ്ടുവന്ന സംഭാവനയാണ് ആ ഹാർബർ. രണ്ടാമത് കുടിവെള്ള ക്ഷാമത്തിനുള്ള പരിഹാരം. എന്താണ് പെർമനൻ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ? ഒരു വ്യക്തിയും വേനൽ വരുന്ന സമയത്തോ വേനലില്ലാത്ത സമയത്തോ മറ്റുള്ളവൻ ദാനം തരുന്ന കുടിവെള്ളത്തിന് കുടവുമായിട്ട് പോകുന്ന സ്ത്രീകളുടെ നീണ്ട നിര കാണാത്തൊരു തിരുരങ്ങാടി സൃഷ്ടിക്കുവാൻ നമ്മുടെ ഈ 10-20 കൊല്ലത്തെ പാരമ്പര്യമുള്ള മഹാവ്യക്തിത്വങ്ങൾ പ്രതിനിധാനം ചെയ്ത നമ്മുടെ മണ്ഡലത്തിൽ എന്താണ് ചെയ്തതെന്നുള്ള ചോദ്യത്തിന് ഉത്തരമാവണമല്ലോ ഒരു തെരഞ്ഞെടുപ്പ്. കേരളത്തിലെ ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ ഭൂരഹിതരെ പുനരധിവസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 111ഓളം ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഉണ്ടാക്കി പല മണ്ഡലങ്ങളിലും പല മുനിസിപ്പാലിറ്റികളിലൊക്കെ. എന്താ തിരുരങ്ങാടി ഈ ഭൂരഹിതരെ പുനരധിവസിപ്പിക്കാൻ ഈ ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് എത്ര റവന്യൂ ആ പ്രദേശത്ത് ആ ഭൂമി മുഴുവൻ ആളുകൾ വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. ആരാണ് ആ ഭൂമി അക്വയർ ചെയ്ത് ആ ഒരു പദ്ധതി അവിടെ കൊണ്ടുവരേണ്ടത്? തിരുരങ്ങാടി നിയോജക മണ്ഡലത്തിലെ ഒരു സ്വപ്ന പദ്ധതിയാണല്ലോ. 140 നിയോജക മണ്ഡലത്തിൽ തിരുരങ്ങാടിയെ സംബന്ധിച്ചിടത്തോളം തിരുരങ്ങാടി ഇതുവരെ UDFന്റെ കൂടെ നിന്ന ഒരു മണ്ഡലമാണ്. നമുക്കറിയാം ഇത്ര കാലം തിരുരങ്ങാടിയിൽ UDF തന്നെ മാത്രം ജയിച്ചു വരുന്നതുകൊണ്ട് നമ്മുടെ മണ്ഡലത്തിൽ ഒരു വേണ്ടത്ര പറയത്തക്ക ഒരു വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും അതൊരു നമ്മുടെ MLA-യുടെ അല്ലെങ്കിൽ ഇവിടെ പ്രതിനിധാനം ചെയ്ത ഏതെങ്കിലും മന്ത്രിയുടെയാണ്, എന്തിനേറെ പറയുന്ന മുഖ്യമന്ത്രി വരെ നമുക്ക് സംഭാവന ചെയ്ത ഒരു മണ്ഡലമാണ് തിരുരങ്ങാടി. ആ തിരുരങ്ങാടിയിൽ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറയത്തക്ക വികസന പ്രവർത്തനം നടന്നിട്ടുണ്ട്. നമുക്കിവിടെ ഏതെങ്കിലും ഒരാൾക്ക് ഒരു ജോലി കിട്ടുന്ന ഏതെങ്കിലും ഒരു വ്യവസായമുണ്ട് എന്ന് പറയാൻ തിരുരങ്ങാടിയിലില്ല. ചെറുപ്പക്കാരികളെയും നല്ലൊരു സ്കിൽഡ് വർക്കേഴ്സ് ആക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് എന്തെങ്കിലും മാറ്റമുണ്ടാക്കിയെന്ന് നമുക്ക് പറയാൻ അവകാശപ്പെടാറുണ്ട്. ഇത്ര കാലമായിക്കൊണ്ട് ഈ തിരുരങ്ങാടി ഭരിച്ചിട്ടുള്ള അല്ലെങ്കിൽ തിരുരങ്ങാടിയെ പ്രതിനിധീകരിച്ചിട്ടുള്ള MLA അല്ലെന്നുണ്ടെങ്കിൽ മന്ത്രിമാർ നമ്മുടെ എല്ലാ വേനൽക്കാലത്തും വലിയ പ്രശ്നമായി മാറുന്ന ഒരു പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നം. ആ കുടിവെള്ള പ്രശ്നത്തിന് വേണ്ട രൂപത്തിലേക്ക് പരിഹാരം കാണുന്നത് ഇത്ര കാലമായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും പൂർണ്ണമല്ല. ഇപ്പോഴാ തുടക്കട്ടെ ജലജീവൻ പദ്ധതിയൊക്കെ വന്നിട്ടുണ്ട്. അത് എങ്ങനെയൊക്കെ വന്നതെന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്ന പോലെ തന്നെ നമ്മൾ കലാകാലങ്ങളെ കൊണ്ട് മുറവിളി കൂട്ടിയുള്ള ഗ്രൗണ്ട് ഒരു കായിക രംഗത്ത് ഈ മണ്ഡലത്തിലെ നമ്മുടെ വോട്ടർമാർക്കോ അല്ലെങ്കിൽ അതിൻ്റെ യുവാക്കൾക്കോ യുവതികൾക്കോ മുന്നേറുന്നതിനാവശ്യമായുള്ള ഒരു കായിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിന് നമുക്കൊണ്ട് സാധിച്ചു. അങ്ങനെ സമസ്ത മേഖല എന്തായാലും അതിനെ സംബന്ധിച്ചൊക്കെ സംവദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എത്തിച്ചിട്ടുള്ളത്. ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട നമ്മുടെ LDFന്റെ നിയോജകമണ്ഡലം കമ്മിറ്റി ജനറൽ കൺവീനർ നിയാസ് പുളിക്കലത്തുണ്ട്. എന്നപോലെ തന്നെ നമ്മുടെ ഈ നിയോജകമണ്ഡലത്തിൻ്റെ LDFന്റെ ചെയർമാൻ നമ്മുടെ CPMന്റെ ഏരിയ സെക്രട്ടറിയുള്ള സഖാവ് കയ്യിലരുവിയുണ്ട്. നമ്മുടെ INLന്റെ CP അബ്ദുൽ വഹാബ് ഉണ്ട്. K രാംദാസ് മാഷുണ്ട് CPM. ഇവരെല്ലാം കൂടി നമ്മൾ ഇതൊന്ന് സംവദിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഞങ്ങൾക്ക് ഈ മണ്ഡലത്തിലെ വോട്ടർമാരോട് പറയാനുള്ളൂ എന്നതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളൂ. മറ്റു കാര്യങ്ങളൊക്കെ ഇവർ ജനറൽ കൺവീനർ ചെയർമാൻ എന്നുള്ളവരൊക്കെ പറയും എന്നുള്ളതുകൊണ്ട് നമ്മൾ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, എൻ്റെ പ്രിയപ്പെട്ട ഈ പ്രദേശത്തെ തിരുരങ്ങാടി നിയോജക മണ്ഡലത്തിലെ പത്രപ്രവർത്തകരുടെ പ്രതിനിധികൾ എന്നുള്ള രൂപത്തിലേക്കാണ് ഞങ്ങൾ ഇന്നൊരു പത്രസമ്മേളനം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. 1957 മുതൽ തിരുരങ്ങാടി നിയോജകമണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നത് ഐക്യജനാധിപത്യ മുന്നണി പ്രതിനിധാനം ചെയ്യുന്ന ജനപ്രതിനിധികളാണ്. ഭാഗ്യവശാൽ നമുക്ക് കുറേ വലിയ മഹത് വ്യക്തിത്വങ്ങളെ ഈ നാടിനെ പ്രതിനിധാനം ചെയ്യാനായി നമ്മുടെ പൂർവികർക്കൊക്കെ ലഭിച്ചു എന്നുള്ളതൊരു സൗഭാഗ്യമായിട്ട് തന്നെ നമുക്ക് പറയാം. ബഹുമാന്യനായ ഔക്കാദർ കുട്ടി സാഹിബ് ദശാബ്ദങ്ങളായി കേരളത്തിൻ്റെ മന്ത്രിസഭയിൽ പ്രതിനിധാനം ചെയ്ത കേരളത്തിലെ ഒരു മഹത് വ്യക്തി
ഉപമുഖ്യമന്ത്രിയൊക്കെ നമ്മളെ പ്രതിനിധാനം ചെയ്ത ഒരു മണ്ഡലമാണ് തിരുവങ്ങാടി. ബഹുമാനിയായ A.K. ആൻ്റണി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ A.K. ആൻ്റണി പ്രതിനിധാനം ചെയ്ത ഒരു മണ്ഡലമാണ് തിരുവങ്ങാടി. വീരാൻ സാഹിബും കുട്ടി അഹമ്മൂട്ടി സാഹിബും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായ അബ്ദുറബ്ബ് സാഹിബും കുഞ്ഞാലിക്കുട്ടി കെ സാഹിബും ഒക്കെ പ്രതിനിധാനം ചെയ്ത അവസാനം KPA മജീദ് സാഹിബ് മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും സർവാദരണീയനായ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സീനിയർ നേതാവുമായ മജീദ് സാഹിബ് പ്രതിനിധാനം ചെയ്ത് കഴിഞ്ഞ 5 വർഷം തിരുവങ്ങാടി. ഇന്ന് ഒരു തിരഞ്ഞെടുപ്പിനെ, നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ് കേരളത്തിൻ്റെ കൂടെ തിരുവങ്ങാടിക്കാരും. അവിടെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ പൊതുപ്രവർത്തകൻ എന്നുള്ളതിലുപരി ഒരു തിരഞ്ഞെടുപ്പ് സമയത്ത് തിരുവങ്ങാടിയുടെ ഈ 70 ഒരുപാട് സാധ്യതകളുള്ള തിരുവങ്ങാടിയെ എവിടെയാണ് തിരുവങ്ങാടി ചെന്നെത്തി നിൽക്കുന്നത് എന്നുള്ള ഒരു വിലയിരുത്തൽ അത്യന്താപേക്ഷിതമാണ്. ഒരു പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന, പൊതുപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ബാധ്യതയാണ് എന്നുള്ള ഒരു വിശ്വാസത്തിലാണ്, വളരെ ആത്മാർത്ഥമായിട്ടാണ് ഈ ഒരു പത്രസമ്മേളനം നടത്താൻ വേണ്ടി നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ ഒരു സാമ്പ്രദായികമായിട്ടുള്ള രീതിയിലേക്ക് വികസന പ്രവർത്തനങ്ങളെ നമുക്ക് കൊണ്ടുവരാം. ഒരു ജനപ്രതിനിധി ഇല്ലെങ്കിലും ചില നാട്ടിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടക്കും. ഉദ്യോഗസ്ഥന്മാർ മാത്രം തീരുമാനിച്ച് ബ്യൂറോക്രാറ്റ് ലെവലിൽ പല പ്രവർത്തനങ്ങളും പല നാട്ടിലും നടന്നതിൻ്റെ അടയാളങ്ങളുണ്ട്. ഉള്ള റോഡിൻ്റെ മുകളിൽ ടാർ ചെയ്യാനും ഉള്ള ഡ്രെയിനേജ് നന്നാക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഒരു ജനപ്രതിനിധി വേണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ലാത്ത രൂപത്തിൽ തന്നെ ഒരു ഉദ്യോഗസ്ഥന്മാരുടെ രൂപത്തിൽ തന്നെ ആ കാര്യങ്ങളൊക്കെ നടന്നു പോകും. പുതിയ ഇന്നോവേഷൻ ഒരു പ്രദേശത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു ആത്മാർത്ഥതയുള്ള, കഴിവുള്ള ഒരു ജനപ്രതിനിധി ചെയ്യേണ്ടത് എന്നുള്ളതാണ് തിരുവങ്ങാടിക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം. സാധ്യതകൾ ഉപയോഗപ്പെടുത്തുകയും ആ സാധ്യതകളെ ഇന്ന് ജീവിച്ചിരിക്കുന്ന തലമുറക്കും അടുത്ത തലമുറക്കും വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളൊരു വലിയൊരു ശ്രമകരമായൊരു ദൗത്യം നിർവഹിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന സമയത്താണ് ഒരു ജനപ്രതിനിധി അയാളുടെ കയ്യൊപ്പ്, അയാളുടെ സിഗ്നേച്ചർ ആ രാജ്യത്ത് രേഖപ്പെടുത്തിക്കൊണ്ട്, ആ പ്രദേശത്ത് രേഖപ്പെടുത്തിക്കൊണ്ട് ഇറങ്ങിപ്പോകുന്നത് എന്നുള്ള ഒരു കാര്യം ഉണ്ടാക്കേണ്ടതുണ്ട്. ഈ പ്രാവശ്യം 2 പ്രബലരായ ആളുകൾ തമ്മിലാണ് തിരുവങ്ങാടിയിൽ മത്സരിക്കുന്നത്. ഒന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി, ഒരു 10-75 കൊല്ലം രാഷ്ട്രീയ പാരമ്പര്യമുള്ളൊരു കുടുംബത്തിൽ നിന്ന് 1957 ഒന്നാം EMS ഗവൺമെൻറ്റിൽ ഇന്നത്തെ മലപ്പുറം ജില്ലയിലെ ഇന്നത്തെ പൊന്നാനി നിയോജക മണ്ഡലം, അന്ന് അണ്ടത്തോട് നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒന്നാമത്തെ കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൽ മലപ്പുറം ജില്ലയെ പ്രതിനിധാനം ചെയ്ത ഒരു MLA പുത്രനാണ്. അതിലപ്പുറം ഒരു വലിയ ജന്മി കുടുംബത്തിൽ നിന്നും വന്ന് 10-75 കൊല്ലത്തെ തലമുറകളായിട്ടുള്ള പൊതുപ്രവർത്തനത്തിലൂടെ ഉരുകി ഇല്ലാതായി അവസാനം ചെറിയൊരു രൂപത്തിലേക്ക് ഒതുങ്ങി മെലിഞ്ഞ്, പൊതുപ്രവർത്തനം കൊണ്ട് മെലിഞ്ഞു വന്ന ഒരു കുടുംബത്തിൻ്റെ പ്രതിനിധി കൂടിയാണ് സഖാവ് അജിത് കൊളാടി. അതിലപ്പുറം ദശാബ്ദങ്ങളായി കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ ഈ നാടിൻ്റെ സുഹൃത്തുക്കളെ, ഈ നാടിൻ്റെ നല്ല വശങ്ങൾ നിലനിർത്തുവാൻ വേണ്ടി രാവും പകലും ഓരോ ഇടങ്ങളിലും ഒരേ രൂപത്തിൽ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടും ഈ രാജ്യത്തിൻ്റെ മതേതരത്വവും മതസൗഹാർദ്ദവും ഒക്കെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ളൊരു വ്യക്തി കൂടിയാണ് സഖാവ് അജിത് കൊളാടി. UDFിൻ്റെ സ്ഥാനാർത്ഥിയെയും വില കുറച്ച് കാണാനൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. കഴിവുള്ളൊരു വ്യക്തിയാണ്, ഒരു കമ്പനി സെക്രട്ടറിയാണ്. അവരുടെ ക്യാപ്ഷനും പ്രൊഫഷണലാകും, വൈബാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ക്യാപ്ഷൻ നമ്മളെ വല്ലാതെ ആകർഷിക്കുന്നുണ്ട്. ഞാനൊരു ചെറുപ്പക്കാരൻ എന്നുള്ള രീതിയിൽ ആകർഷിക്കുന്നുണ്ട്. പക്ഷേ ഇതിനേക്കാളും വൈബുള്ള ആളുകളൊക്കെ തിരുവങ്ങാടിയെ പ്രതിനിധാനം ചെയ്തിട്ടുണ്ട്. ഇതിനേക്കാളും സാധ്യതകളുള്ള വ്യക്തികൾ തിരുവങ്ങാടിയെ പ്രതിനിധാനം ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും അലിഗഡ് PG ഉള്ള അബ്ദുറബ്ബ് സാഹിബും ഒരുപാട് PG കളുള്ള കുട്ടി അഹമ്മൂട്ടി സാഹിബൊക്കെ വലിയ വിദ്യാഭ്യാസമുള്ള ആളുകൾ തന്നെയാണ് തിരുവങ്ങാടിയെ പ്രതിനിധാനം ചെയ്തത്. വീരാൻ സാഹിബൊക്കെ ആ കാലഘട്ടത്തിലെ അസാമാന്യ പ്രതിഭയുള്ള വ്യക്തിത്വങ്ങളായിരുന്നു. ഈ പ്രതിഭയും വൈബും ഒന്നും ഇന്നൊന്നിനും വന്നൊന്നുമല്ല. തിരുവങ്ങാടിക്ക് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. വലിയ വ്യക്തിത്വമുള്ള, വലിയ വിദ്യാഭ്യാസമുള്ള, വലിയ പാരമ്പര്യമുള്ള ആളുകളാണ് തിരുവങ്ങാടിയെ പ്രതിനിധാനം ചെയ്യുന്നത്. ആ തിരുവങ്ങാടി ഇന്നും കുടിവെള്ളത്തിന് കീഴാണ്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് കുടിവെള്ള പദ്ധതി എന്ന് പറയുന്നത്. 3 ഭാഗവും പുഴയാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശത്ത്, ആ പ്രദേശത്തുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക്, അതിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് വേനൽ വരുന്ന സമയത്ത് കുടിവെള്ളക്ഷാമവും അല്ലാത്ത സമയത്ത് പോലും ശുദ്ധമായ വെള്ളവും ലഭിക്കാത്ത ഒരുപാട് പ്രദേശമുണ്ട്. പ്രത്യേകിച്ച് പരപ്പനങ്ങാടിയിലെ പല പ്രദേശങ്ങളിലൊക്കെ, കടലോര മേഖലകളിലൊക്കെ 365 ദിവസവും ശുദ്ധവെള്ളം ലഭിക്കാത്ത പ്രദേശമുണ്ട്. അയണോറ് കൂടിയിട്ട്, ഇരുമ്പിൻ്റെ അംശം കൂടിയിട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ. ഇവർക്കൊക്കെ കുടിവെള്ളം വിതരണം ചെയ്യേണ്ട ഒരു ബാധ്യത ഈ നാടിൻ്റെ പ്രതിനിധി ചെയ്യേണ്ട, ജനപ്രതിനിധി ഏത് ഗവൺമെൻറ് ഭരിക്കുന്ന സമയത്തും
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന സമയത്ത് വലതുപക്ഷത്തുള്ള പിന്നെ MLA-ക്കും വലതുപക്ഷം ഭരിക്കുന്ന സമയത്ത് ഇടതുപക്ഷത്തുള്ള MLA-മാരൊക്കെ പല രാജ്യത്തും വികസനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ തിരൂരങ്ങാടിക്ക് എന്താണ് ഒരു അടയാളപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ചോദ്യമാണ് ഒരു തിരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടാവേണ്ടത്. തിരൂരങ്ങാടി ഇവിടെയുള്ള സാധാരണക്കാരായ മനുഷ്യർ അവരുടെ ജീവത്യാഗം ചെയ്തുകൊണ്ട് ഇവിടുന്ന് പലായനം ചെയ്ത് പ്രവാസ ജീവിതത്തിലൂടെ ആർജിച്ചത് കാണുന്ന ഘടകങ്ങളല്ലാതെ നമുക്ക് എന്താണ് ഒരു മികച്ച ഭരണാധികാരിയിൽ നിന്ന് ലഭിച്ച നേട്ടമെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാനുള്ള കാര്യം എന്താണെന്നുള്ള ചോദ്യം നമ്മൾക്ക് ആശങ്കയിലുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്കൊക്കെ അങ്ങനെ ഉണ്ട്. ഞങ്ങളൊക്കെ രാഷ്ട്രീയക്കാരെന്നതിലുപരി പുതിയ തലമുറയ്ക്ക് വേണ്ടി വാദിക്കുന്ന ചെറുപ്പക്കാർ കൂടിയാണ്. അപ്പം തൊട്ടടുത്ത് തന്നെ നമുക്ക് നോക്കാം. ഇത് ഏറ്റവും കൂടുതൽ കായിക പ്രേമികളായ അല്ലെങ്കിൽ കളിക്കാരായ പല വ്യത്യസ്തമായ കായിക ഇനങ്ങളിൽ ഉൾപ്പെടുന്ന ഒരുപാട് പിന്നെ കായിക പ്രേമികളുള്ളൊരു സ്ഥലമാണ് തിരുരങ്ങാടി. തിരുരങ്ങാടിയിലെ 4 പഞ്ചായത്ത് 2 മുനിസിപ്പാലിറ്റിയിൽ ഒരു നിലവാരത്തിനനുസരിച്ച് കളിക്കാൻ പറ്റിയ ഗ്രൗണ്ട് ഇത്രയും കാലമായിട്ട് ഈ 10-70 വർഷത്തെ ഒരു സേവനത്തിൻ്റെ ഇടയിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അതിന് നമുക്ക് വിലയിരുത്താം. താനൂർ നിയോജക മണ്ഡലത്തിൽ കാട്ടിലങ്ങാടി സ്കൂൾ ഗ്രൗണ്ട് ഒന്ന് നിങ്ങൾ പോയിട്ട് തിരുരങ്ങാടിയിലെ പത്രക്കാരൊന്ന് പോയിട്ട് നോക്കേണ്ടതുണ്ട്. ഉണ്ണിയാൽ ഗ്രൗണ്ട് ഒന്ന് നോക്കേണ്ടതുണ്ട്. MLA എന്നുള്ള രൂപത്തിൽ കൊണ്ടുവന്ന വികസനങ്ങളാണ്. തൊട്ടപ്പുറത്ത് വള്ളിക്കുന്ന് പഞ്ചായത്തിൽ ഒരു പഞ്ചായത്ത് ഭരണസമിതി LDF ഉള്ള സമയത്ത് 2 വില്ലേജുകളിലായിട്ട് 2 ഗ്രൗണ്ടുകളെ സുന്ദരമായിട്ട് അവിടെ ഉണ്ടാക്കിയല്ലോ. 2 ഗ്രൗണ്ടുകൾ ഈ മജീദ് സാഹിബ് MLA ആയ കാലഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വള്ളിക്കുന്ന് പഞ്ചായത്ത് ഭരിക്കുന്ന സമയത്ത് വള്ളിക്കുന്ന് പഞ്ചായത്തിൽ 2 വില്ലേജ് അരിയല്ലൂർ വള്ളിക്കുന്ന് വില്ലേജുകളിൽ വളരെ സമൃദ്ധമായ രൂപത്തിലേക്കുള്ള 2 ഗ്രൗണ്ടുകൾ വിഭാവനം ചെയ്യാൻ ഒരു പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞല്ലോ. തിരുരങ്ങാടി ഇത്രയും ഞാനൊക്കെ കളിക്കാരനാണ്. ഫുട്ബോളും പിന്നെ ഒക്കെ വലിയ രൂപത്തിൽ കളിച്ച അന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ ടീമിലൊക്കെ ഉള്ളൊരു മനുഷ്യനാണ് ഞാനൊക്കെ. ഇപ്പോഴത്തെ ഇത് നോക്കണ്ട അങ്ങനെ ആ ഒരു രൂപത്തിലേക്ക് ഒരു സംവിധാനം ഒരുക്കാൻ അടുത്ത തലമുറയെ പ്രചോദിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് അതൊരു പാഷനായിട്ട് എടുത്തിട്ടുള്ള ഒരു തലമുറയെ പ്രചോദിപ്പിക്കാനുള്ള എന്ത് ഘടക തിരുരങ്ങാടിയിലുള്ളത്? 4 പഞ്ചായത്തും 2 മുനിസിപ്പാലിറ്റിയും സ്ഥിരമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, ഈ നിയമസഭയെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരു വലിയ ശതമാനം ചെറുപ്പക്കാരെ സ്വാധീനിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് എന്ത് വിഭവങ്ങളാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞത്? അതൊക്കെ സാധിക്കുമെന്ന് ചോദിക്കും. അല്ലെങ്കിൽ രണ്ടാമത്തെ ചോദ്യം വരുന്നത് 10 വർഷം ഇടതുപക്ഷമല്ലേ ഭരിച്ചതെന്നാണ് ചോദിക്കുക. ആ ഇടതുപക്ഷം ഭരിച്ച സമയത്ത് തന്നെയാണല്ലോ പല നാടുകളിലും ഈ സംവിധാനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു കാര്യങ്ങൾ. രണ്ടാമത് കുടിവെള്ള ക്ഷാമത്തിനുള്ള പരിഹാരം എന്താണ്? പെർമനൻ്റ് ആയിട്ടൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ ഒരു വ്യക്തിയും വേനൽ വരുന്ന സമയത്തോ വേനലില്ലാത്ത സമയത്തോ മറ്റുള്ളവൻ ദാനം തരുന്ന കുടിവെള്ളത്തിന് കുടവുമായിട്ട് പോകുന്ന സ്ത്രീകളുടെ നീണ്ട നിര കാണാത്തൊരു തിരുരങ്ങാടി സൃഷ്ടിക്കുവാൻ നമ്മൾ ഈ 10-20 കൊല്ലത്തെ പാരമ്പര്യമുള്ള മഹാവ്യക്തിത്വങ്ങൾ പ്രതിനിധാനം ചെയ്ത നമ്മുടെ മണ്ഡലത്തിൽ എന്താണ് ചെയ്തതെന്നുള്ള ചോദ്യത്തിന് ഉത്തരമാവണമല്ലോ ഒരു തിരഞ്ഞെടുപ്പ്. അതിനപ്പുറം ഇവിടെ ഭൂരഹിതരായ കുറേ മനുഷ്യരുണ്ട്. ഞാനൊക്കെ ഇത് എപ്പോഴും അനുഭവിക്കുന്ന ഒരു മനുഷ്യനാണ്. 1 സെൻറ്റ് ഭൂമിയില്ലാത്ത മനുഷ്യരാണ്. കേരളത്തിലെ ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ ഭൂരഹിതരെ പുനരധിവസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 111ഓളം ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഉണ്ടാക്കി പല മണ്ഡലങ്ങളിലും പല മുനിസിപ്പാലിറ്റികളിലൊക്കെ. എന്താ തിരൂരങ്ങാടി ഈ ഭൂരഹിതരെ പുനരധിവസിപ്പിക്കാൻ ഈ ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് എത്ര റവന്യൂ ഭൂമി, ഇറിഗേഷൻ ഭൂമിയോടെ വെറുതെ കിടക്കേണ്ട സർക്കാരിൻ്റെ ഭാഗമായിട്ട് ഈ ഭൂമി ഇവിടെ ഉള്ള ഒരു പ്രദേശത്ത് ഒരു ഫ്ലാറ്റ് സമുച്ചയം ഉണ്ടാക്കാനുള്ള ഒരു താല്പര്യം ഒരു നല്ല മനുഷ്യനാണെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരണ്ടേ? ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ 600-700 രൂപയ്ക്ക് ഒരു ദിവസം അധ്വാനിക്കുന്ന ഒരു മനുഷ്യന് അവൻ്റെ അസുഖവും മറ്റുള്ള പ്രാരാബ്ദങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 10-20-22 ദിവസം ജോലി ചെയ്യുന്നൊരു സാധാരണ കുടുംബത്തിന് 6000 രൂപ മുതൽ 10,000 രൂപ വരെ മാസവാടക കൊടുക്കുമ്പോൾ അവൻ്റെ വരുമാനത്തിൻ്റെ 40-50% പൈസ അവൻ്റെ വാസസ്ഥലത്തിന് വേണ്ടി മാത്രം ചെലവഴിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുള്ള ഒരു പ്രദേശത്ത് ആ മനുഷ്യരുടെ കണ്ണീര് മനസ്സിലേക്ക് അല്പമെങ്കിലും പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭരണാധികാരി ചെയ്യേണ്ട സംഭവം. ഇപ്പം നമ്മളെ കൊച്ചിൻ മട്ടാഞ്ചേരിയിലൊക്കെ ഉണ്ടായ ഫ്ലാറ്റ് സമുച്ചയം ഒരു വലതുപക്ഷ കൗൺസിലറുടെ ഒരു സ്ഥലത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് 300 ചില്ലാനം ഫ്ലാറ്റുകൾ ഉണ്ടാക്കി പിന്നെ അവിടെ ആളുകളെ പിന്നെ പുനരധിവസിപ്പിച്ചത്. പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി ഇനീഷ്യേറ്റീവ് എടുത്തിട്ടാണ് അവിടെ ഫ്ലാറ്റ് സമുച്ചയം ഉണ്ടാക്കി. പല സ്ഥലങ്ങളും മനുഷ്യനോട് താല്പര്യമുള്ള പല സ്ഥലങ്ങളിലും പൊന്നാണിയിൽ മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിക്കാനുള്ള ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മുടെ ഈ സമീപ മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ വാടക വീടുകളിൽ താമസിക്കുന്ന ആളുകളിലുള്ള സ്ഥല പരപ്പനങ്ങാടി. എന്താ ഇത് ഒരു ജനപ്രതിനിധിയുടെ മനസ്സുകളിലേക്ക് ഈ കാര്യങ്ങൾ വരാത്തത്? ബഹുമാനായ അബ്ദുറബ്ബ് സാഹിബിൻ്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്നൊരു പ്രോജക്റ്റാണ് പരപ്പനങ്ങാടി സയൻസ് പാർക്ക്. ഈ 10-12 വർഷമായിട്ട് അതിലെന്തെങ്കിലും ചെയ്യാൻ ഈ ജനപ്രതിനിധിക്ക് സാധ്യമായിട്ടുണ്ടോ? വൈബാക്കാൻ പോകുന്നതിന് മുമ്പ്, പ്രൊഫഷണലാക്കാൻ പോകുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരു വിലയിരുത്തലുണ്ടാവണമല്ലോ നമുക്ക്.
അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവനയായിട്ട് നമ്മളൊക്കെ പിന്നെ പ്രശംസിച്ച ഒരു കാര്യമാണ് പാലത്തിങ്ങലെ സയൻസ് പാർക്ക്. 12 വർഷമായിട്ട് എത്രയെത്ര പദ്ധതികൾ ഈ നാട്ടിൽ വന്നു. നടക്കാൻ കഴിയില്ല എന്ന് പറയുന്ന പല പദ്ധതികളും, സ്വപ്നമാണ് എന്ന് കരുതിയ പല പദ്ധതികളും ഈ ഗവൺമെൻറ് സാക്ഷാത്കരിച്ച സമയത്ത് ആ ഗവൺമെൻറ്റിനെ കൊണ്ട് ഈ നാടിലുണ്ടായ ഒരു സംഭവത്തിൻ്റെ പൂർത്തീകരണത്തിന് ആരാണ് ശ്രമിക്കേണ്ടത്? ഒരു കൂലിയും വേലയും ഒരു പെന്നും അടയാളമൊന്നും ഇല്ലാതെ ഞങ്ങളാണോ ശ്രമിക്കേണ്ടത്? അല്ലെങ്കിൽ ഈ അധികാരങ്ങളൊക്കെ കൊടുത്ത് ഒരു സഭാപ്രതിനിധിയാണോ അത് ശ്രമിക്കേണ്ടത്? പരപ്പനങ്ങാടിയിൽ LBS എന്നുള്ള രൂപത്തിലേക്ക് ബഹുമാനിയായ അബ്ദുൾ സാഹിബ് മന്ത്രിയായ സമയത്ത് പാലോളി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മൈനോറിറ്റി ഡെവലപ്മെൻറ്റ് എന്നുള്ള രൂപത്തിലേക്ക് LBS എന്നുള്ളൊരു സംവിധാനത്തിൽ IST എന്നുള്ള സംവിധാനം കൊണ്ടു. വലിയ പ്രതീക്ഷയോടെ നമ്മളൊക്കെ കണ്ട സംഭവം. അതിന് ഭൂമി ഏറ്റെടുക്കാൻ ചില വർഗീയ രാഷ്ട്രീയ പാർട്ടികൾ അതൊരു മുസ്ലിം പോക്കറ്റ് ആകുമെന്ന് കരുതിക്കൊണ്ട് തന്നെ BJP പോലെയുള്ള സംഘടനകൾ ഭൂമി ഏറ്റെടുക്കാനുള്ള വലിയ തടസ്സം നിന്ന സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ ഞങ്ങൾ ചാവേറുകളായി നിന്നുകൊണ്ടാണ് അവിടെ കൂട്ടം കൂടി നിന്നുകൊണ്ട് ഒരുപക്ഷെ ഇങ്ങോട്ട് ആക്രമിച്ചാൽ അങ്ങോട്ട് പിന്നെ അത് തടയാനുള്ള സജ്ജീകരണങ്ങളോട് കൂടി ഞങ്ങൾ നിന്നുകൊണ്ട് അവിടെ റവന്യൂക്കാരെ അടപ്പിച്ചത്, ഞാനടക്കമുള്ള ആളുകൾ. ആ പ്രദേശത്ത് ആ ഭൂമി മുഴുവൻ ആളുകൾ വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. ആരാണ് ആ ഭൂമി അക്വയർ ചെയ്ത് ആ ഒരു പദ്ധതി അവിടെ കൊണ്ടുവരേണ്ടത്? തിരുരങ്ങാടി നിയോജക മണ്ഡലത്തിലെ ഒരു സ്വപ്ന പദ്ധതിയാണല്ലോ. പിന്നെ ഒന്നുമല്ലാതൊരു വാടക കെട്ടിടത്തിൽ ഒരു 4 പീഡിയ റൂമിൻ്റെ മുകളിലായിട്ട് ആ സംവിധാനം 12 വർഷമായിട്ട് തുടരല്ലേ. ആരാണ് ഇതിന് ഉത്തരം പറയേണ്ടത്? തിരുരങ്ങാടിയിലെ ജനങ്ങളോട് ഉത്തരം പറയേണ്ടത് തിരുരങ്ങാടി ജയിപ്പിച്ച ജനപ്രതിനിധിയാണല്ലോ. എന്തെങ്കിലും ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? ചമ്മാട്ട ഗതാഗതക്കുരുക്ക് എൻ്റെ ഈ ചെറിയ ഓർമ്മയിൽ 4 തെരഞ്ഞെടുപ്പിൽ എല്ലാ തെരഞ്ഞെടുപ്പും ഞാൻ കാണുന്ന ഒരു പ്രസംഗം കേൾക്കുന്ന വലതുപക്ഷ നേതാക്കന്മാരുടെ ഫ്ലൈ ഓവറായിട്ടും 16 പൂക്കിപ്പറമ്പ് ബൈപ്പാസ് ആയിട്ടൊക്കെ എത്ര സ്വപ്നങ്ങളും കാര്യങ്ങളും നമ്മുടെ മനസ്സുകളിലേക്ക് അവർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്തിൻ്റെങ്കിലും പൂർത്തീകരണത്തിന് ഈ 10 വർഷമായിട്ട് ശ്രമിക്കുവാൻ അനിഷേധ്യനായ ഒരുപക്ഷെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ ഏറ്റവും സീനിയോറിറ്റിയുള്ള എന്ത് പറഞ്ഞാലും പാർട്ടിയൊക്കെ കേൾക്കുന്ന രൂപത്തിലേക്കുള്ള ഏറ്റവും അനുഭവ സമ്പത്തുള്ള 10-25 കൊല്ലം MLA ആയ ചീഫ് വിപ്പായ ഒരു മനുഷ്യൻ ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്നും നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിക്കും? എന്താ കിട്ടിയിട്ടുള്ളത്? മോര്യ കാപ്പ് ഒന്നും വേണ്ട. ഏറ്റവും അവസാനം നവകേരള സദസ്സിൻ്റെ ഭാഗമായി, നവകേരള സദസ്സ് സർക്കാരിൻ്റെ സദസ്സായിരുന്നു, ആ പദ്ധതിയുടെ ഭാഗമായിട്ട് തിരുരങ്ങാടിയിലേക്ക് മോര്യ കാപ്പ് നവീകരണ ടൂറിസം അഗ്രികൾച്ചർ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ പ്രോജക്റ്റിലേക്ക് ഫണ്ട് വകയിരുത്തിയല്ലോ സർക്കാർ. ആ ഫണ്ടിൻ്റെ ബാക്കിൽ ഒരു തവണയെങ്കിലും നമ്മുടെ ജനപ്രതിനിധി സഞ്ചരിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കും. അതായത് മോര്യ കാപ്പ് ഹെക്ടർ കണക്കിന് വരുന്ന സ്ഥലത്തെ ടൂറിസത്തിനും ഇറിഗേഷനും അഗ്രികൾച്ചറിനും രൂപകൽപ്പന ചെയ്യുന്ന രൂപത്തിലേക്ക് ഒരു പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാനിൽ കിഫ്ബിയിൽ നിന്ന് ഫണ്ട് അനുഭവിച്ചിട്ട് കലക്ടർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ഓർഡർ വന്നിട്ടുണ്ടല്ലോ. എന്താണ് തിരുരങ്ങാടിയുടെ ജനപ്രതിനിധി? കഴിഞ്ഞ പ്രാവശ്യത്തെ വൈബാക്കാൻ ഇറങ്ങി പുറപ്പെട്ട ജനപ്രതിനിധി, കഴിഞ്ഞ പ്രാവശ്യം തിരുരങ്ങാടി സ്വർഗമാക്കാൻ ഇറങ്ങി പുറപ്പെട്ട ജനപ്രതിനിധി, ഇങ്ങനെ ഒരു 100 കോടി രൂപയുടെ അടുത്തുള്ളൊരു പദ്ധതി തിരുരങ്ങാടിയിലേക്ക് കേരളത്തിൻ്റെ സർക്കാർ സമ്മാനമായിട്ട് തന്നുകൊണ്ട് മലപ്പുറം കലക്ടറേറ്റിലേക്ക് അതിൻ്റെ എല്ലാ ആശയവിനിമയം നടത്തിയ സംവിധാനത്തിൻ്റെ പുറത്ത് അതിൻ്റെ പിറകെ നമ്മുടെ MLA എന്താ സഞ്ചരിച്ചിട്ടുള്ളത്? ഈ രൂപത്തിലേക്കുള്ള ഓരോ പദ്ധതികൾ ഇപ്പോൾ നമ്മുടെ ഇറിഗേഷൻ്റെ നമ്മളെ കൃഷിയുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മുടെ ബാക്കിക്കയം തുറക്കുമ്പോഴും അടക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഇവിടുത്തെ പ്രതിസന്ധികൾ. നമ്മുടെ പ്രദേശത്ത് നമ്മുടെ മണ്ഡലത്തിൽ ഇവിടെ ഒരു തടയണ സൃഷ്ടിച്ച ഒരു VCB നിർമ്മാണം ഒരു ഇറിഗേഷൻ പ്രോജക്റ്റിലൂടെ ഈ സംവിധാനത്തിന് ശാശ്വത പരിഹാരം ഉണ്ടായി കഴിഞ്ഞാൽ തിരുരങ്ങാടിയുടെ നെല്ലറായി എന്ന് പറയുന്ന തെന്നല നന്നമ്പ്ര വെഞ്ചാലി ആ പാടശേഖരം എത്ര മനോഹരമായിട്ട് പ്രൊഡക്റ്റീവാക്കിയിട്ട് മാറ്റാൻ നമുക്ക് പറ്റും. ആ പ്രൊഡക്റ്റീവാക്കി മാറ്റുന്ന സമ്പ്രദായത്തെ ഫാം ടൂറിസം എന്നുള്ള രൂപത്തിലേക്ക് നമുക്കൊരു ഇൻഡസ്ട്രിയൽ ലെവലിൽ വ്യാവസായിക രൂപത്തിലേക്കും ടൂറിസം രംഗത്തേക്കും ഇതേ അഗ്രികൾച്ചർ സംവിധാനത്തെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ലായിരുന്നു. ഈ സംവിധാനത്തെ ഏതെങ്കിലും രൂപത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ നമ്മുടെ ജനപ്രതിനിധിക്ക് സാധ്യമായിട്ടുണ്ടോ? അതിലപ്പുറം ലൈഫ് പദ്ധതിയിലൂടെ ഉണ്ടായ ഈ നാടിൽ 5 ചില്ലാനം ലക്ഷം ആളുകൾക്ക് വീടെടുത്ത് കൊടുത്ത തിരുരങ്ങാടിയുടെ പ്രാതിനിധ്യം എത്ര ആളുകൾ വീടിൻ്റെ അപേക്ഷകരോടെ കെട്ടിക്കിടക്കുന്നുണ്ട്? ഇവിടെ മുഴുവൻ ആളുകൾക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എന്നുള്ള രൂപത്തിലേക്ക് 2016 ഈ ഗവൺമെൻറ് തുടങ്ങി വെച്ച സംവിധാനത്തിൻ്റെ പിറകെ നമ്മുടെ ജനപ്രതിനിധി ഏത് രൂപത്തിലാണ് യാത്ര ചെയ്തിട്ടുള്ളത്? ജനപ്രതിനിധിയുടെ പങ്കാളിത്ത പ്രകാരം എത്ര ആൾക്ക് പട്ടയം കിട്ടിയിട്ടുണ്ട്? ജനപ്രതിനിധിയുടെ പങ്കാളിത്ത പ്രകാരം എത്ര ആളുകൾക്ക് ഭൂമി ലഭിച്ചിട്ടുണ്ട്? ഇപ്പോൾ പാലത്തിങ്ങൽ ഇറിഗേഷൻ്റെ പുഴയോരത്തൊക്കെയുള്ള ചില ആളുകൾക്ക് ഞങ്ങൾ ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ടാണ് പട്ടയം കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്. MLA അതിൻ്റെ ഫയൽ നമ്പർ ഒന്നും അറിയാൻ നോക്കൂ. ഒരധികാരവും ഇല്ലാത്ത നമ്മൾ
പരപ്പനങ്ങാടിയിൽ ഇത്രയും കാലം 3 മത്സ്യ കോളനികളുണ്ടായിരുന്നു. പുത്തൻകടപ്പുറം കോളനി, ലക്ഷംവീട് കോളനി, വടക്കേക്കടപ്പുറം കോളനി. രണ്ടാം ഇടതുപക്ഷ ഗവൺമെൻറ്റിലുണ്ടായ കോളനി. ആ കോളനികൾക്ക് ഇന്നുവരെ പട്ടയം കൊടുത്തിട്ടില്ല. ഇപ്പോൾ കൊടുക്കാനുള്ള സംവിധാനം ചെയ്തതിൽ MLA ക്ക് വല്ല കയ്യൊപ്പുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതിൻ്റെ ഫയലുകൾ മുഴുവനായിട്ട് നീക്കിയതിൻ്റെ ഫയലുകൾ ഞങ്ങൾ തരാമല്ലോ. ആരാണ് ഇത് എടുക്കേണ്ടത്? ആരുടെ ചുമതലയാണ് ഈ നാടിൻ്റെ വികസനം എന്ന് പറയുന്ന കാര്യങ്ങൾ? ഈ നാട്ടിൽ അഭ്യസ്തവിദ്യരായ ഒരുപാട് ആളുകളില്ല, ഒരുപാട് വിദ്യാർത്ഥികൾ, 35% ആളുകൾ 100% സഫീഷ്യൻ്റ് ആയിട്ട് വിദ്യാഭ്യാസം നേടിയ ആളുകൾ എങ്ങോട്ടൊക്കെ പോയിട്ട് മറ്റുള്ളവൻ്റെ കടയിൽ 1000 റിയാലിനും 2000 റിയാലിനും ജോലി ചെയ്യല്ലേ. ആരാണ് ഈ തലമുറ, ഇത്രയും പ്രൊഡക്റ്റീവായിട്ടുള്ള തലമുറയെ, അത്രയും വൈബ്രൻ്റ് ആയിട്ടുള്ള തലമുറയെ ഈ നാടിൽ നിലനിർത്തിക്കൊണ്ട് അവരെ സ്ട്രെങ്തൻ ചെയ്യുകയും അതിലൂടെ ഈ നാടിൻ്റെ വികസനം പ്രദാനം ചെയ്യാനും ഒരു നല്ല സംവിധാനം ഉണ്ടെങ്കിൽ നമുക്ക് കഴിയില്ലേ? അവരിവിടെ നിലനിർത്താൻ സ്കിൽ പാർക്കുകൾ, സ്റ്റാർട്ടപ്പ് പാർക്കുകൾ, ഇൻഡസ്ട്രിയൽ പാർക്കുകൾ, എന്തൊക്കെ സംവിധാനങ്ങൾ പല സ്ഥലത്തും കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കിൻഫ്രയുടെ എത്ര പുതിയ പാർക്കുകൾ നമ്മുടെ പല ഭാഗങ്ങളിലായിട്ട് വന്നു. 1957 മുതൽ 2016 വരെ ഉണ്ടാക്കിയ ഹെക്ടർ എത്രയാണോ വ്യവസായ പാർക്കുകളായിട്ടുള്ളത്, അത്ര തന്നെ ഹെക്ടർ വ്യവസായ പാർക്കുകൾ ഈ 10 വർഷം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിലെ ഗവൺമെൻറ്, കേരളത്തിലെ പല ഭാഗങ്ങളിലും. എന്താണ് തിരൂരങ്ങാടിക്ക് കിട്ടിയ സംഭാവന? ആരാണ് ഇതിന് ഇനിഷ്യേറ്റീവ് എടുക്കുക? ആരാണ് ഇതിന് തുടക്കേണ്ടത്? ആരാണ് ഇതിൻ്റെ പിന്നാലെ പോകേണ്ടത്? ഈ വിധ കാര്യങ്ങൾക്ക് വ്യക്തമായിട്ട് മറുപടി പറയേണ്ട ഒരു ഇടമാണ് ശരിക്ക് ഇതുപോലെയുള്ള തെരഞ്ഞെടുപ്പ് സമയങ്ങൾ. എനിക്ക് പറയാനുള്ളത്, പത്രക്കാരും നമ്മളൊക്കെ ചേർന്നുകൊണ്ട് ഇങ്ങനെയുള്ള കുറേ സംവാദങ്ങളും ഇപ്പോൾ കഴിഞ്ഞ ഞങ്ങളുടെ ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്ത് ഞാനൊക്കെ പറയുന്ന ഏറ്റവും വലിയൊരു ഗുണം എന്താ വെച്ചാൽ, ഇലക്ഷൻ മാനിഫെസ്റ്റോ പ്രഖ്യാപിച്ചതിനെ ഓരോ കൊല്ലം പ്രോഗ്രസ് കാർഡ് ഇറക്കിക്കൊണ്ട് ഇത്ര കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു, ഇനി ഇത്ര ബാക്കിയുണ്ടെന്ന് കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ കഴിഞ്ഞ് സർക്കാർ പഠിപ്പിച്ചല്ലോ. അതിന് മുന്നേ അങ്ങനെ ഒരു രീതി ഉണ്ടോ? 600 കാര്യങ്ങൾ ചെയ്തു, അതിൽ ഞങ്ങൾ 586 കാര്യങ്ങളും ചെയ്തു. 900 കാര്യങ്ങൾ ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞിട്ടത്, അതിൽ 865 കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു. അത് ഓരോ കൊല്ലത്തിനും പ്രിന്റഡ് പ്രോഗ്രസ് കാർഡ് ഇറക്കിക്കൊണ്ട് ജനങ്ങളിലേക്ക് സബ്മിറ്റ് ചെയ്തല്ലോ. എന്താ തിരുവങ്ങാടിയുടെ MLA ഇനി വരാൻ പോകുന്നതെങ്കിലും ആരാണെങ്കിലും നമുക്ക് അങ്ങനെ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ കൾച്ചറിൽ എന്താണ് തിരുവങ്ങാടിയുടെ വികസന രേഖ എന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ജനപ്രതിനിധിയാകാൻ പോകുന്ന ആളുകൾ സംസാരിക്കണമല്ലോ ജനങ്ങളുടെ മുന്നിൽ, ജനങ്ങളുടെ സമക്ഷത്തിൽ. അതിൽ ഇത്ര ശതമാനം കാര്യങ്ങൾ ചെയ്തു എന്ന് ഓരോ കൊല്ലവും ഒരു സദസ്സ് കൂട്ടിക്കൊണ്ടൊരു ജനകീയ സഭകൾ എന്നുള്ള രൂപത്തിലേക്ക് മണ്ഡലാടിസ്ഥാനത്തിൽ ജനകീയ സഭ കൂടി എത്ര ശതമാനം ചെയ്തു, എത്ര ചെയ്യാൻ ബാക്കിയുണ്ടെന്നുള്ള ഒരു ഇവാലുവേഷൻ നമ്മൾ നടത്തണ്ടേ. 5 വർഷം കൊണ്ട് ആ നാടിൻ്റെ മാസ്റ്റർ പ്ലാൻ്റെ അടിസ്ഥാനത്തിൽ എത്രയൊക്കെ കാര്യങ്ങൾ ആ ജനപ്രതിനിധിക്ക് ചെയ്യാൻ കഴിഞ്ഞു, അത് വലിയൊരു ശതമാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൃദയം കൊണ്ട് നമുക്ക് അഭിവാദ്യം ചെയ്യാമല്ലോ. ഹൃദയം കൊണ്ട് നമുക്ക് അഭിവാദ്യം. ആ ഒരു കൾച്ചർ ഈ നാടിൽ വരാത്തിടത്തോളം കാലം എന്താ സംഭവിക്കുക എന്നറിയാം. തെരഞ്ഞെടുപ്പ് സമയത്ത് പാട്ട് പാടും, സ്വർണം കട്ടത് ആരപ്പ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഗുരുവായൂരിൽ ഹിന്ദു വരണം മുസ്ലിം വരണം എന്ന് പറഞ്ഞു. ഇതന്നെയല്ല തിരുവങ്ങാടിക്കാരും ഇനി ഫോളോ ചെയ്യാൻ പോണത്. അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു പരമ്പരാഗത നീചമായ രീതിയിലേക്ക് നമ്മൾ പോകണ്ടേ. മനുഷ്യരെ സംരക്ഷിക്കാൻ നമ്മൾ പോയാൽ പോരെ. മനുഷ്യരെ സംരക്ഷിക്കാനാണല്ലോ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. മനുഷ്യരെ മുഴുവൻ സംരക്ഷിക്കാൻ ഇറങ്ങിയാൽ ഹിന്ദു മുസ്ലിം ഒക്കെ രക്ഷപ്പെട്ടില്ല, ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയൊക്കെ രക്ഷപ്പെട്ടു. എന്തിനായി വേർതിരിച്ചുകൊണ്ട് സംരക്ഷിക്കാൻ പോകണം? ഒന്നിച്ച് സംരക്ഷിച്ചാൽ പോരാ. ചില ചോദ്യങ്ങൾ സമൂഹത്തിനോട് ഉണർത്തുവാനാണ് ഇന്ന് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം ഒരു കാര്യം നോക്കൂ, പരപ്പനങ്ങാടിയിൽ ഞാൻ ഇങ്ങനെ തന്നെ വെല്ലുവിളിക്കാൻ ഉദ്ദേശിക്കുക, എൻ്റെ നാടായതുകൊണ്ട് വെല്ലുവിളിക്കാൻ ഉദ്ദേശിക്കുക. 1957 മുതൽ ഇന്ന് വരെ വന്നതിലെ ഏറ്റവും വലിയ തിരുവങ്ങാടിക്ക് കിട്ടിയ സിംഗിൾ പ്രോജക്റ്റ് ഏതാ അറിയോ? പരപ്പനങ്ങാടി ഹാർബറാണ്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ഹാർബർ. അതിൻ്റെ മുന്നേ പല സ്വപ്ന ഹാർബറുകൾ ഉണ്ടായിരുന്നു, അതിൽ തറക്കല്ലിടലൊക്കെ നടന്നിട്ടുണ്ട്. അത് കേരളത്തിൽ നിയമനിർമ്മാണ സഭയിൽ ചൂടേറിയ ചർച്ച നടന്നു. അങ്ങനെ ബഡ്ജറ്റിൽ ഫണ്ട് വെക്കാതെയാണ് അന്ന് ബഹുമാന്യനായ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി അതിന് തറക്കല്ലിട്ടെന്ന് വ്യക്തമായിട്ട് കേരളത്തിന് നിയമം ഉണ്ടാക്കുന്ന നിയമനിർമ്മാണ സഭയിൽ വെച്ച് തോമസ് ഐസക് സാറും അന്നത്തെ തിരുവങ്ങാടി MLA PK അബ്ദുൾ സാഹിബും തമ്മിലുള്ള ഡിബേറ്റിൽ അതുണ്ടായതാ. ആ രൂപത്തിൽ ഒരു ഹാർബർ വന്നു. ആ ഹാർബർ 10 വർഷം കൊണ്ട് അതിൻ്റെ പൂർത്തി 75% വർക്കായിട്ടുണ്ട്. ഫണ്ട് അനുവദിച്ചതാണ്. വർക്ക് ചെയ്യാൻ കമ്പനി ആ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആരാണ് അതിൻ്റെ വേഗത കൂട്ടിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കേണ്ടത്? കൊണ്ടുവന്നത് ഞങ്ങളന്ന് 100% ഉറപ്പാണ്. പരപ്പനങ്ങാടിയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ കൊണ്ടുവന്ന സംഭാവനയാണ് ആ ഹാർബർ. വലതുപക്ഷത്തിനൊരു പങ്കുല എവിടെയും തെളിയിക്കാൻ തയ്യാറാണ്. ആ ഹാർബറിനെ അങ്ങനെ കയ്യിലങ്ങ് കൊടുത്തൊരു ഹാർബറിനെ
ആ നാടിലെ 10,000-കണക്കിന് മത്സ്യത്തൊഴിലാളികൾക്ക് ഗുണം കിട്ടുന്ന രൂപത്തിലേക്ക് അതിൻ്റെ പൂർത്തീകരണം നടത്തേണ്ട ചുമതലയാർക്കാം? നിങ്ങൾ പിന്നെ പലരുടെയും പരിഹാസം പറഞ്ഞാൽ തോറ്റ MLA-യും പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയൊക്കെയാണ് അതിന് ശ്രമിക്കേണ്ടത്. ഞങ്ങൾ ശ്രമിക്കും. മുന്നിൽ നിൽക്കേണ്ടത് പിന്നെ ഈ നാടിൻ്റെ ജനപ്രതിനിധിയല്ലേ. മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ അണിയായിട്ട് ഞങ്ങൾ പിന്നാലെ ചേരുമല്ലോ ആ സംഭവത്തിൻ്റെ പൂർത്തീകരണത്തിന്. ഏതെങ്കിലും ഒരു ദിവസം ഞാൻ മുന്നിലുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ പിന്നിൽ നിൽക്കൂ എന്ന് ഇതുപോലൊരു മീറ്റിംഗ് കൂടിക്കൊണ്ട് പിന്നെ ഈ തിരുരങ്ങാടി ജനപ്രതിനിധി ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പരപ്പനങ്ങാടിയിൽ ഇൻഡോർ സ്റ്റേഡിയം അങ്ങനെ പൂട്ടിക്കിടക്കുക 10 വർഷമായിട്ട്. സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചൊരു ഇൻഡോർ സ്റ്റേഡിയം ഒരുപാട് ആളുകൾക്ക് നമ്മൾ ഇൻസ്പയർ ചെയ്തൊരു കളിക്കാരൻ, നമ്മുടെ മക്കളെ ലഹരിയിലേക്കും മറ്റും പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളെ ഇൻസ്പയർ ചെയ്യാനുള്ള രൂപത്തിലേക്കുള്ള ഇത്തരം സംവിധാനങ്ങൾ ആരാ പൂർത്തീകരിക്കേണ്ടത്? അപ്പം പറയാൻ എളുപ്പമുണ്ടാവും മറുപക്ഷത്തിന്, ഇടതുപക്ഷമല്ല ഭരിക്കണം. ഇത് ഇടതുപക്ഷം ഭരിക്കുന്ന പല സ്ഥലങ്ങളിലും വലതുപക്ഷക്കാർ ഈ സംഭവങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടല്ലോ. മത്സ്യത്തൊഴിലാളികളുടെ ഫ്ലാറ്റ് പുനർഗേഹം പദ്ധതിയുടെ പിന്നെ ഒരു മത്സ്യത്തൊഴിലാളികൾ ഈ 50 മീറ്റർ കടലോരത്തിൽ നിന്നും പുനരധിവസിപ്പിക്കാൻ ഈ സർക്കാർ കൊണ്ടുവന്ന പുനർഗേഹം പദ്ധതി, ആ പുനർഗേഹം പദ്ധതിയുടെ ഏത് പൂർത്തീകരണത്തിനാണ് നമ്മുടെ ജനപ്രതിനിധി ഒരു താല്പര്യം എടുത്തിട്ടുള്ളത്? കുണ്ടൂർ തോടിൻ്റെ നവീകരണം, ഇങ്ങനെ തുടങ്ങിയൊരു കർഷകരെ ബാധിക്കുന്ന എത്ര വിഷയങ്ങളുണ്ട്. നമ്മൾ ഒഴിഞ്ഞു കിടക്കുന്ന ഒരുപാട് ഭൂമികളുണ്ട്. ഇപ്പോൾ ചെമ്മാട് ടൗണിൻ്റെ ഒത്ത നടുവിലാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ 1 ഏക്കർ സ്ഥലം കാട് പിടിച്ചുകൊണ്ട് ഇപ്പോൾ സിംഹവും പുലിയൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടോ എന്നുള്ളത് അതിൻ്റെ ഉള്ളിൽ കടന്നാലേ തിരിയുള്ളൂ. ചിലപ്പം വന്യമൃഗങ്ങളൊക്കെ ഉണ്ടാവും. ആ ഒരു സംവിധാനത്തെ നല്ല രൂപത്തിലേക്ക് ഉപയോഗിക്കാൻ ഒരു വിഷനുള്ള ഒരു ജനപ്രതിനിധിക്ക് കഴിയണ്ടേ? തിരുരങ്ങാടി ടൗണിൻ്റെ ഹൃദയഭാഗത്തുള്ള സംഭവങ്ങളാണ്. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുമായിട്ടൊക്കെ വിശദമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യും ഈ നാടിൻ്റെ വികസനങ്ങളാണ്. അങ്ങനെ വികസനങ്ങൾ ഞങ്ങൾ മതവും ജാതിയും മതത്തിൻ്റെ സംരക്ഷണവും, പള്ളി പോകുമ്പം പിന്നെ കേൾക്കാനുള്ള ഹൗലും, പിന്നെ അമ്പലത്തിൽ പോകുമ്പം പിന്നെ തേക്കാനുള്ള ഭസ്മം ഒന്നും ചർച്ച ചെയ്യരുത്. അതൊക്കെ അതിൻ്റെതായ ആളുകൾ ചെയ്തോളും. ഞങ്ങളെല്ലാ ചർച്ചകളും മനുഷ്യരെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്. തിരുരങ്ങാടിയിലെ യുവാക്കളെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്. തിരുരങ്ങാടിയിലെ പ്രവാസികളെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്. തിരുരങ്ങാടിയിലെ വ്യാപാരികളെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്. തിരുരങ്ങാടിയിലെ ഗതാഗത സൗകര്യങ്ങളെക്കുറിച്ചും ഗതാഗത ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ചർച്ച ചെയ്യാറുണ്ട്. ഇങ്ങനെ ചർച്ച നമ്മൾ എല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ ഈ നാട് വലിയ രൂപത്തിലേക്ക് പോകുമല്ലോ. നിങ്ങൾ നോക്കൂ, വലിയൊരു ഇഷ്യൂ ഉണ്ടായതാണ് MLA-യും പിന്നെ ഇവരും തമ്മിലുള്ള ഒരു തർക്കം, മുസ്ലിം ലീഗും തമ്മിലുള്ള തർക്കം. പരപ്പനങ്ങാടിയിലെ ഖബർസ്ഥാന് കടൽ കൊണ്ടുപോകുന്നു, വലിയ തർക്കവും അതിന് പരിഹാരക്കള്ളമാതിരി നമ്മളെ പിന്നെ നോക്കിയത്. കടൽ ഭിത്തി ഇല്ലാത്തതുകൊണ്ട് ഖബറും കടൽ കൊണ്ടുപോകുന്നൊരവസ്ഥ വരിക. 5 കൊല്ലം മുന്നേ തർക്കം ഉണ്ടായിരുന്നു അദ്രപ്പ് സാഹിബിലുള്ള സമയത്ത്. മജീദ് സാഹിബിൻ്റെ തുടക്കത്തിലും ഒടുക്കത്തിലും വലിയ തർക്കവും ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. ഖബർസ്ഥാൻ ഇപ്പോഴും കടൽ കൊണ്ടുപോകുന്നതാണ്. ഖബർസ്ഥാൻ മാത്രമല്ല, ഇനിയിപ്പോൾ കെട്ടുങ്കൽ മുതൽ സത്താം ബീച്ച് വരെയുള്ള ഒരു മേഖല ഏകദേശം 2-2.5 കിലോമീറ്ററോളം കടൽ ഭിത്തി ഫുള്ള് കല്ല് മണ്ണിനടിയിലേക്ക് പോയിട്ടുണ്ട്. 100 കണക്കിന് വീടുകൾ നല്ലൊരു കടൽക്ഷോഭം ഉണ്ടായാലും പോകാൻ നിൽക്കുക. ആർക്കതിൽ ആദ്യമുള്ളത്? ആദ്യം ഉണ്ടാകും ഇങ്ങനെ ആരെയും പോയി കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ഫോട്ടോ എടുത്ത് ഞാനവിടെ പോയി എന്നുള്ള രൂപത്തിലേക്ക് ഫോട്ടോ എടുത്ത് വിട്ടാൽ പിന്നെ ഇതിൻ്റെ ഉത്തരവാദിത്വം കഴിഞ്ഞു എന്ന് ധരിക്കുന്നതാണ് ജനപ്രതിനിധിയുടെ ജോലിയെങ്കിലും ഒക്കെ ശരിയാണ്. ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഏരിയ സെക്രട്ടറിയും നമ്മളെ ചെയർമാനൊക്കെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അഴിമതിയും പണമുണ്ടാക്കുകയും പണമാർജിക്കുകയും ചെയ്യാന്നുള്ള ഒരു രൂപത്തിലേക്ക് ഒരു ജനപ്രതിനിധികളോ അല്ലെങ്കിൽ മറ്റുള്ള പഞ്ചായത്ത് മുനിസിപ്പൽ ജനപ്രതിനിധികളൊക്കെ മാറുന്നൊരു രൂപത്തിലേക്ക് മാറുന്ന സമയത്ത് ജനങ്ങൾ പൊരിവയിലെത്താകുമല്ലോ. ഇനിയും അങ്ങനെ തന്നെയാണ് ആകാൻ പോകും ചിലപ്പോൾ. അതുകൊണ്ട് ഈ ഒരു ചിന്ത, ജനങ്ങളുടെ വികസനം, ഹൈവേ നടക്കൂല എന്ന് കരുതിയ പൂട്ടിപ്പോയ ഓഫീസ് കുത്തി തുറന്നുകൊണ്ടാണ് നമ്മൾ ഹൈവേ 45 മീറ്റർ സാക്ഷാത്കരിച്ചത്. പൂട്ടിപ്പോയ ഓഫീസ്, അക്വിസേഷൻ്റെ പൂട്ടിപ്പോയ ഓഫീസ് കുത്തി തുറന്നുകൊണ്ടാണ് 30 മീറ്റർ എന്ന സ്വപ്നത്തിൽ നിന്ന് 45 മീറ്ററിലേക്കാക്കി ഭൂമി ഏറ്റെടുത്ത മുഴുവൻ ആളുകളെയും ചിരിപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി ഹൈവേ കോഴിക്കോട്ടേക്ക് തലപ്പാറ കയറിയാൽ 17 മിനിറ്റ് കൊണ്ട് കോഴിക്കോട് എത്തില്ല. നമ്മൾ അനുഭവിക്കുകയാണല്ലോ. ഗെയിൽ പൈപ്പിൽ നിസ്കാര സമരമൊക്കെ നടത്തി പലരും. അന്ന് മാത്രം നിസ്കരിച്ച കുറേ ആളുകളുണ്ട്, സമര പോരാളികൾ. ആ നിസ്കാര സമരത്തെ വരെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ ഗെയിലിനെ സാക്ഷാത്കരിച്ചല്ലോ, വാട്ടർ മെട്രോ സാക്ഷാത്കരിച്ചല്ലോ, വിഴിഞ്ഞം തുറമുഖം തുടങ്ങി വെച്ചത് ആരോ ആകട്ടെ, അതിൻ്റെ അവസാനം അത് ഉദ്ഘാടനം ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിലേക്ക് വന്നത് നമ്മളാണല്ലോ. ലൈഫ് പദ്ധതിയാണെങ്കിലും സാമൂഹ്യക്ഷേമ പെൻഷനാണെങ്കിലും ഒക്കെ 600 കൊടുക്കാൻ കഴിയാത്ത 600-നെ കൊടുക്കാൻ കഴിയുന്ന 2000 ആക്കി മാറ്റിയല്ലോ ഈ സർക്കാർ. 1000 രൂപ സ്ത്രീ സുരക്ഷാ പെൻഷൻ പിന്നെയും കൊടുക്കാൻ തീരുമാനിച്ചല്ലോ. ഇങ്ങനെയൊക്കെ കൊടുക്കാൻ തീരുമാനിച്ച് ജനങ്ങളുടെ മുന്നിൽ മനസ്സ് തുറന്നു നിൽക്കുന്ന ഒരു സർക്കാർ 10 കൊല്ലം ഉണ്ടായിട്ട് തിരുരങ്ങാടിക്ക് കിട്ടിയ ഗുണമെന്താണെന്ന് അടയാളപ്പെടുത്താൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ നമുക്ക് ഇനാമ് കൊടുക്കാമല്ലോ.
ഇനാമ് കൊടുക്കാം. ഈ ഇരിക്കുന്ന പത്ര സമ്മേളനത്തിൽ ഇരിക്കുന്ന ആളുകൾ അവർക്ക് സമ്മാനം കൊടുക്കാം. ഇതാണ് ഞങ്ങളുടെ MLA യുടെ അടയാളം എന്ന് പറഞ്ഞുകൊണ്ട് പൂർത്തീകരിച്ച് ഗുണം ലഭിക്കുന്ന 1-2 പ്രോജക്റ്റുകൾ കാണിച്ചു തരികയാണെങ്കിൽ നമുക്ക് സമ്മാനം കൊടുക്കാം. ആ സമ്മാനം കൂടി ഈ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ വാഗ്ദത്തം ചെയ്യണം. അതിനപ്പുറം കുറേ കാര്യങ്ങൾ പിന്നെ ഏരിയ സെക്രട്ടറിക്കും കൺവീനർക്കും ഒക്കെ പറയാനുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് അമിത്ഷാ ഭരിക്കുന്ന രൂപത്തിലേക്ക് ഒരു സഹകരണ പ്രസ്ഥാനം ഉണ്ടാക്കുകയും അത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ നശിപ്പിക്കുമെന്നൊരു തോന്നലുണ്ടാകുന്ന സമയത്ത് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ക്രെഡിബിലിറ്റി കുറയാതിരിക്കാൻ വേണ്ടി ചില വിട്ടുവീഴ്ചകൾ ഗവൺമെൻറ് നിർബന്ധിതാവസ്ഥയിൽ പ്രതിസന്ധിയിലാകപ്പെട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതൊരു അവസരമാക്കിയെടുത്ത് മുസ്ലിം ലീഗ് കേരളത്തിലെ ബാങ്കിൽ നിന്ന് കക്കാതെ കണ്ട അത് പല ബാങ്കുകളും അങ്ങനെ പറയാം. പല ബാങ്കുകളിലും അങ്ങനെ പ്രതിസന്ധി നമുക്ക് തരണം ചെയ്യേണ്ടി കരിവന്നൂരും അതുപോലെ തന്നെ AR നഗർ പറഞ്ഞെന്തോട്ടാ അറിയോ? AR നഗറിനെ സംബന്ധിച്ച് AR നഗറിനകത്ത് എന്നുള്ളത് ഈ പറഞ്ഞ മറ്റ് ബിനാമി ഡെപ്പോസിറ്റാണ്. ബിനാമി ഡെപ്പോസിറ്റാണ്. അത് ഇതും നടന്ന ഇത് ജനങ്ങളെ ഇത് തെന്നലെന്താ വെച്ചാൽ അറിഞ്ഞുകൊണ്ട് ജനങ്ങളുടെ പൈസ സ്വന്തം ആളില്ലാത്തവർ ലോൺ എടുക്കുകയാണ് കട്ടെടുക്കുക. മറ്റേത് ഏതോ പൈസ ആരോ പൈസ ഞോലൻ പൈസ കിട്ടും. ആ പൈസ ആരോ പൈസ വേറെ ആളുടെ വീടിനാണ് അല്ല ഞാൻ ചോദിച്ചില്ല. കരിവണ്ണൂർ മാത്രമല്ല, കേരളത്തിനകത്ത് ഒരുപാട് ബാങ്കുകൾ ഇപ്പോൾ നേഷണലൈസ്ഡ് ബാങ്ക് അടക്കമുള്ളത് അതിലൊന്ന് എത്രയോ കുറഞ്ഞ ഭാഗമേ ഉണ്ടാവുള്ളൂ സഹകരണ ബാങ്കിനകത്ത്. കരിവണ്ണൂർ അടക്കം സഹകരണ ബാങ്ക് ആയൊന്നും അങ്ങനെ ഇല്ല. വളരെ നാലോ അഞ്ചോ ബാങ്കേ ഉണ്ടാവുള്ളൂ. അത് കരുവന്നൂർ നമുക്ക് നേരിട്ട് ബന്ധമുള്ളല്ലോ. ഇത് ഞാൻ പറഞ്ഞ നമുക്ക് നേരിട്ട് ബന്ധമുള്ള ഞാൻ പറയാ എന്താ പറയുക, നമുക്ക് ബന്ധമുള്ളേ. നമ്മളെ MLA യോട് ചോദിച്ചേ കരുവന്നൂരല്ല. ഞാൻ പറയാം കരുവന്നൂർ കേസ് ഒരിക്കലും നമ്മൾ തിരങ്ങാടി MLA യോട് ആരും ചോദിക്കൂല. തിരങ്ങാടി MLA യോട് ചോദിക്കുന്ന ആരാ? തിരങ്ങാടിയിലുള്ള വിഷയത്തെ പറ്റിയാണ്. തിരങ്ങാടി MLA യോട് ഇപ്പം ഞങ്ങൾ സ്ഥാനാർത്ഥിയോട് ചോദിക്കാനുള്ളത്, കഴിഞ്ഞ് നിൽക്കുന്ന MLA തിരങ്ങാടിയിലെ ജനങ്ങളെ, തിരങ്ങാടിയിലെ വോട്ടർമാരായ ഈ 4300-200 വരുന്ന ആളുകളെ 55 കോടി ഉറുപ്പ്യ വെട്ടിച്ച് പോയ സംബന്ധിച്ച് അതിന് ചോദിച്ച സമയത്ത് എന്നോട് ചോദിച്ചാണോ കൊടുത്തു എന്നുള്ള ചോദ്യത്തിന് പകരം പുതിയ സ്ഥാനാർത്ഥി എന്ത് ചോദിക്കും, എന്ത് പറയുമെന്നുള്ള ഞങ്ങൾക്ക് കേൾക്കേണ്ടത്. 2024 സെപ്റ്റംബർ 29 മാധ്യമപ്രവർത്തകരെ കണ്ട സമയത്ത് കേരളം ബംഗാളാകാൻ അനുവദിക്കരുത് എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് ചിലതൊക്കെ എനിക്ക് വെളിപ്പെടുത്താനുണ്ട് എന്ന് പറഞ്ഞു. ആ 2024 സെപ്റ്റംബർ 29 നിന്നും ഇപ്പോൾ 2026 ഏപ്രിൽ 5-6 എത്തുമ്പോൾ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഇഷ്ടംപോലെ മാറ്റം വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ മാറ്റം? ഈ ബംഗാളാവാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞാൽ ബംഗാളിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ശക്തി ചോർന്നു പോകരുത്, അങ്ങനെ കേരളം ആവരുത് എന്നുള്ള ആഗ്രഹം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറയുന്നുണ്ട്. ഇന്നത് ബഹുദൂരം അതിൽ പിന്നെ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണല്ലോ 3-ാം പ്രാവശ്യം ഞങ്ങൾ ഭരണത്തിലേക്ക് വരുന്ന കേരളത്തിന്റെ പല സർവേകളും വിലയിരുത്തുന്നത്. അതിന്റെ കൂടെ ഞാനുണ്ടാവുമല്ലോ. എൻ്റെ എത്ര സംശയങ്ങൾക്ക്. ഞങ്ങളുടെ പാർട്ടി, ഞങ്ങളുടെ പ്രസ്ഥാനവും ഞങ്ങളുടെ ചിന്തകളും നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി ഞങ്ങൾക്കുണ്ടാവും ചില സമയങ്ങളിൽ. ഭരണമല്ല പറഞ്ഞത്. കേരളത്തിൽ ബംഗാളിലുള്ളതുപോലെ ഇടതുപക്ഷ ചിന്തകളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും കേരളത്തിൽ ഇല്ലാതെയായി പോകരുത് എന്നുള്ള ഇടതുപക്ഷ ചിന്തയുള്ള ഒരു ജനാധിപത്യ വിശ്വാസി ആശങ്കയും ആദ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് തിരുത്തി മാറിയത് കൊണ്ടാണ് ഇന്ന് പലരും 3-ാം പ്രാവശ്യം ഇടതുപക്ഷം വരുന്നവർ ഞാനടക്കം മാറി, പത്രക്കാർക്ക് മാറി, ജനങ്ങൾക്ക് മാറി, സർവേക്കാർക്ക് മാറി. ഉറപ്പല്ലേ? അങ്ങനെയുള്ള തോന്നലുള്ളത് കൊണ്ടാണ്. അങ്ങനെയുള്ള തോന്നലുകൾ ആദ്യം മനുഷ്യനുണ്ടാവുമല്ലോ, അത് നമ്മൾ പങ്കുവെക്കുമല്ലോ. എന്താ സംശയം? എന്താ പറഞ്ഞു എന്താ ബംഗാളായത് ബംഗാളിലെ ആ സർക്കാരിനെ ബംഗാളിലെ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി അവിടെ കൂട്ടുകൂടി ശക്തികളുണ്ട്. ആരാ? ഇപ്പം പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമി അടക്കം, അതുപോലെ തന്നെ ഇടത് തീവ്രവാദികൾ, ആ ഇടത് തീവ്രവാദികളുണ്ട്, ഇടത് തീവ്രവാദികൾ അടക്കമുള്ള, അതുപോലെ ജമാഅത്ത് ഇസ്ലാമി അടക്കം ചേർന്നുകൊണ്ടാണെന്ത് അന്നത്തെ കേരളത്തിലെ ബംഗാൾ സർക്കാർ അട്ടിമറിച്ചുകൊണ്ട് ബംഗാളി രൂപത്തിലാക്കിയത്. ആ ഒരു സാഹചര്യം കേരളത്തിലിപ്പോൾ രൂപപ്പെട്ട് വരുന്ന സാഹചര്യം ഉണ്ട് എന്ന് ആദ്യം തന്നെയാണ് നിയാസിനെ പോലൊക്കെ ആൾ ചൂണ്ടിക്കാണിച്ചത്. കാരണം ഇപ്പോൾ കേരളത്തിനകത്തിൽ ജമാഅത്ത് ഇസ്ലാമി അടക്കം, അതുപോലെ തന്നെ ഇടതെന്ന് പറയുന്ന ചില ആളുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില പ്രചാരവേലകളുണ്ട്. ആ പ്രചാരവേലൊക്കെ പെട്ടാൽ
കേരളത്തെ ബംഗാൾ പോലെ ആകുമെന്ന് ആദ്യം ഉണ്ടായിട്ടുണ്ട്. അതാണ്.